പരിചയപ്പെടുത്തരാം. സനീഷിന്റെ വൈഫാണ് സരിത. ഞാൻ നടത്തിയിരുന്ന മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന രണ്ടുപേര്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാലം എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. മൂത്ത മകനാണ്. അല്ലേ മോനോ? ഓക്കെ. ഞങ്ങള് പോവാൻ പോയിട്ട് ഇപ്പൊ സമ്മതിക്കണ്ടേ, ഇന്ന് നിന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട്. കൊടുങ്ങല്ലൂരത്തെ തിരക്കിലും ബഹളത്തിലും കിടന്നിരുന്ന ഞാൻ ഇപ്പൊ കണ്ടില്ലേ ഈ കാപ്പിത്തോട്ടത്തിന്റെ നടുവിൽ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. നമ്മ പോവല്ലേ ചിക്കൻ മേടിക്കാൻ? തമിഴിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ വായിക്കട്ടാ. നമ്പ്യാർ കുന്നിലോട്ടുള്ള ബസ്സാണ് പോകുന്നത്. അപ്പൊ നമ്പ്യാർ കുന്ന് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? നല്ല ഈവനിങ് ടൈമില് വളരെ സർറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണിത്. ഞങ്ങളിപ്പോ പോകുന്നത് സനീഷിന്റെ വീട്ടില് നമ്മളിന്ന് കൂടുന്നതുകൊണ്ട് ചിക്കൻ വാങ്ങാതെ വിചാരിച്ചു. 2 ചിക്കൻ വാങ്ങിയായിട്ട് എല്ലാവർക്കും കൂടി സാപ്പിടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഓക്കെ, ഈ വണ്ടിയുടെ പിന്നിൽ പെട്ടു ഞങ്ങള്. നമ്മുടെ കിരൺ ആണെങ്കിൽ വളരെ നൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഹോണടിച്ച് മിന്നിക്കായിരുന്നു. ഈ ചെക്ക് പോസ്റ്റ് ആണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ. നമ്പ്യാർകുന്ന് തമിഴ്നാട്, അങ്ങനെ 2 സെക്ഷനായിട്ട് പോകും. ഇന്ത്യയിൽ കാണുന്ന ഒരു ടിപ്പിക്കൽ ബോർഡർ ടൗൺ. അതിന്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. ഇവിടെ മലയാളത്തിലും ഉണ്ട്, തമിഴിലും സൈൻ ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സംസ്കാരങ്ങളുടെ എന്ന് വെച്ചാ ഇതിന്റെ വലതുവശം തമിഴ്നാട്, ഈ ഭാഗം അല്ലേ, ഈ വശം കേരളം. മുന്നിലോട്ട് പോകുമ്പോഴോ ആ റോഡ് അതും തമിഴ്നാട് റോഡ്, ഇങ്ങോട്ട് പോകുന്നത് കേരളം. ഓക്കെ. നമുക്ക് നേരെ മുകളിലോട്ടാണ്, തമിഴ്നാട്ടിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ. അപ്പോ ഇവിടെയൊക്കെ സ്കൂളുകളിൽ തമിഴും പഠിപ്പിക്കും, തമിഴും മലയാളവും രണ്ടും പഠിപ്പിക്കും. പന്നി സ്റ്റാൾ, പന്നിക്കടൈ. കോഴി വാങ്ങാൻ ഇറങ്ങുകയായി. നല്ല മണുണ്ട്. എന്തുവല്ല കോഴി? 210. എന്തുവല്ലാണ്? എങ്ങനെ? നന്നാക്കിയ ഇറച്ചിക്കാണ് കിലോ, അങ്ങനെയാണ്, അല്ലാണ്ട് ഫുൾ കോഴിക്കല്ല. ഓക്കെ. അപ്പൊ ഇവിടെ ലാഭം. നമുക്ക് 2 എണ്ണം മതിയാവില്ലേ? 2 കോഴി 2 കിലോ. ഓക്കെ. നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ടൗൺ. ഓക്കെ. ഇവിടെ ഇതെന്താ ചേനയാണിത്? കാച്ചിലാണിത്? അല്ലോ, ഇത്രയും വലിയ കാച്ചിൽ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത്, കാര്യമായിട്ട്. വേണ്ട. ഇവിടുന്ന് വാങ്ങുന്നുണ്ട് നമ്മള് അല്ലേ? ഓക്കെ. ചെറുത് മതിട്ടോ സനീഷെ. വലുതിനെ ഭയങ്കര സ്റ്റാർച്ചി ഫ്ലേവർ ആയിരിക്കുള്ളൂ. നീളമുള്ള ചെറുത് നോക്കി എടുക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ചെറുതെടുത്താലും മതി. വേണ്ട, എനിക്ക് ഭയങ്കര ഇതായിരിക്കുള്ളൂ. ഇത് പിടിക്കിഴങ്ങാണോ? ഇതെന്താ? ചേമ്പാണ്. പിടിക്കിഴങ്ങുണ്ടോ ഇവിടെ? ഇവിടെ പച്ചമഞ്ഞൾ. അത് പച്ചമഞ്ഞളല്ല കിടക്കുന്നത്. പച്ചമഞ്ഞളുണ്ട്. പിന്നെ ഇവിടെ സാധാരണ ഇഞ്ചി കാര്യങ്ങള്. അത്ര എടുത്താൽ മതി. 2,450 എടുത്തിട്ടുണ്ട്. 87. പേരെന്താ പേര്? ഉണ്ണീൻകുട്ടിയോ? നിങ്ങളെ വൈഫാണോ അത്? അല്ല, ജ്യേഷ്ഠന്റെ. ചെറിയ പൈസക്ക് ഞാൻ കൊടുത്തോളാം, വലിയ പൈസക്ക് ഭയങ്കര ഐഡിയ. ലേഡീസ് ടൈലറിങ്. നമ്മള് ദിലീഷ് പോത്തന്റെ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയുള്ളൊരു സ്ഥലം. മലയാളികളെ മനസ്സ് ശരിയില്ല എന്ന് പറയുന്നത്. അപ്പുറത്ത് 200 കിലോ ചിക്കൻ എന്ന് പറഞ്ഞപ്പോഴേ അപ്പുറം കേരളല്ലേ, ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ വില കുറവായിരിക്കും പറഞ്ഞിട്ട് അവർ അവിടെ പോയി ചോദിച്ചു. അപ്പൊ 250 രൂപ. വയനാടൻ ഗ്രാമത്തിലൂടെ രാത്രി ഞങ്ങൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ പോവുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കാറ് കുറെ നേരമായി, അല്ലാതെ വേറൊരു ട്രാഫിക്കോ ഒന്നുമില്ല. അതേ വരുന്നു, പറഞ്ഞ് അവിടുത്തെ അതിനും വരുന്നുണ്ട്. ഒരു കാൽപ്പനികമായ ഭൂമികൾ നമ്മൾ യൂറോപ്യൻ നോവലുകൾ, ഇംഗ്ലീഷ് നോവലുകളിലൊക്കെ വായിക്കുന്ന ഒരു
ലാൻഡ്സ്കേപ്പ് പോലെയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മാത്രമേ ഉണ്ടാവൂ ഈ വഴിയിൽ, വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ വീടെത്തി അല്ലേ? ഇത് ഞങ്ങളുടെ സ്വന്തം വീട് പോലെ ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ നന്നാക്കിയിട്ട് എനിക്ക് പരിചയമാണ്. ആരും കണ്ട് ക്യാമറക്ക് വേണ്ടി ചെയ്യണമെന്നല്ല. ഞാൻ താൻ സകല കല ഫവാസിന് പുച്ഛം. നല്ല കത്തി. ഇത് നമ്മള് സ്റ്റൂ ഉണ്ടാക്കാണോ അതോ വെറുതെ പുഴുങ്ങാണോ? അപ്പൊ ജസ്റ്റ് കഷ്ണാക്കിയാ മതിയല്ലോ അല്ലേ? അങ്ങനെ മതിയപ്പോ അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. യൂട്യൂബർമാർക്ക് വരെ പണിയില്ലെന്ന് ആൾക്കാരായിരിക്കും. എല്ലാ പണിയും പഠിച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയേക്കുന്നത് മക്കളെ. സനീഷ് ഹെൽപ്പ് ഒക്കെ ചെയ്യോ അതോ? സനീഷിനെ അത് ആറ്റിച്ചിട്ടുള്ള കാര്യമുള്ളൂ. എങ്ങനെയുണ്ട് സരിതയുടെ ജോലി? ബാങ്കിൽ തന്നെയല്ലേ? ഞാൻ കഷ്ടപ്പെട്ടിരുന്നതാക്കുമ്പോ ഒരാൾ വന്ന് ഫാസ്റ്റ് ആയിട്ട് ഇതിപ്പോ മൂപ്പരേൽപ്പിച്ചാ മതിയായിരുന്നല്ലോ മൊത്തം. തൊലികൾ ആഴത്തിൽ കളയണം. മക്കളെ വാടാ അപ്പു. അല്ലല്ല എല്ലാരും പിള്ളേരും അപ്പു വാടാ. ഇതാണ് ചിക്കൻ അല്ലേ? അനക്ക് വേണ്ടതാണ്. വാങ്ങി കൊടുക്കാൻ. അങ്ങനെ സനീഷിന്റെ വീട്ടിലെ നോക്കട്ടെ എങ്ങനെ നോക്കട്ടെ. അടിപൊളി. സനീഷ അടിപൊളി. കറി പോലും വേണ്ട, അത്ര നന്നായിട്ട്. കാന്താരി മുളക് എന്നെ കൊണ്ട് തീറ്റിച്ച് കയറ്റി ട്രോളാൻ വേണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കാന്താരി മുളക് അപ്പൊ തനി നാടൻ ഭക്ഷണം. മനസ്സിലായി ആരോഗ്യത്തിന് സൗന്ദര്യത്തിന് രഹസ്യം.